ഹായ്, എല്ലാവർക്കും നമസ്കാരം. Edu.id എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹെക്സഗണൽ നട്ടിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഹെക്സഗണൽ നട്ടിന്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അതിന്റെ 3 വ്യൂസുകൾ, എലിവേഷൻ, പ്ലാൻ, സൈഡ് വ്യൂ, ഇതെങ്ങനെ വരും, എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹെക്സഗണൽ നട്ടിന്റെ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐടിയിലും ഡിപ്ലോമയിലും ബിടെക് ഉള്ളവർക്കും എല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണിത്, ഹെക്സഗണൽ നട്ടിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ നമ്മള് ഒരു ചോദ്യം അതിനായിട്ട് എടുക്കുന്നു. ഡ്രോ ദ 3 വ്യൂസ് ഓഫ് എ ഹെക്സഗണൽ നട്ട് ഫോർ M30 ബോൾട്ട്. ഒരു ബോൾട്ട് ഡയമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞേക്കുന്ന ചോദ്യം. ഡ്രോ ദ 3 വ്യൂസ് ഓഫ് എ ഹെക്സഗണൽ നട്ട് ഇൻ ഫോർ M30 ബോൾട്ട്. M30 ബോൾട്ട് എന്ന് പറയുമ്പോൾ ബോൾട്ട് ഡയമീറ്റർ, ബോൾട്ടിന്റെ മെട്രിക് ത്രെഡ് ആണ് M30 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം M30 എന്ന് പറയുമ്പോൾ നോമിനൽ ഡയമീറ്റർ 30 mm ആണ്. ഡയമീറ്റർ 30 mm. ശ്രദ്ധിക്കണേ. അപ്പോ ഈ M30 ബോൾട്ടിന് അനുയോജ്യമായ ഒരു നട്ട് വരയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട എയിം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മളൊരു ഹെക്സഗണൽ നട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഹെക്സഗണൽ നട്ടിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു സൈഡിന് തുല്യമായിരിക്കും. ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന് തുല്യമായിരിക്കും. ഇനി അതിന്റെ ഹൈറ്റും ഡയമീറ്റർ എത്രയാണോ അതിന് തുല്യമായിരിക്കും അതിന്റെ ഹൈറ്റും. ആ കാര്യങ്ങള് ഓർമ്മയിലിരിക്കാം. M30 എന്നോ M40 എന്നോ മെട്രിക് ത്രെഡ്, M40 എന്നൊക്കെ പറയുന്നത് ബോൾട്ടിന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ ബോൾട്ടിന്റെ M30 അല്ലെങ്കിൽ M40 ഏതാണോ അളവ് അത് ഡയമീറ്റർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. നമ്മള് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഹെക്സഗണൽ നട്ടാണ് ഇപ്പൊ വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹെക്സഗണൽ ഷേപ്പ്ഡ് ആയിട്ട് വരുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും അതിന്റെ ഹെക്സഗൺ ഏത് വ്യൂവിലാണോ കറക്റ്റായി കാണാൻ കഴിയുന്നത്, ഹെക്സഗൺ ഷേപ്പ് ഏത് വ്യൂവിലാണോ കറക്റ്റായി കാണാൻ കഴിയുന്നത്, ആ വ്യൂ ആദ്യമേ വരച്ചിട്ട് അതിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് ബാക്കി വ്യൂസുകൾ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ എളുപ്പമാർഗം എന്ന് പറയുന്നത്. നമ്മൾ ഹെക്സഗണൽ പ്രിസവും ഹെക്സഗണൽ പിരമിഡും ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഏത് വ്യൂവിലാണോ കൃത്യം ഹെക്സഗൺ ഷേപ്പ് കാണുന്നത് ആ വ്യൂ വരച്ചതിന് ശേഷം ബാക്കി വ്യൂസുകൾ വരയ്ക്കുക, അതിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം, എളുപ്പമാർഗം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ ടോപ്പ് വ്യൂവിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് ആ ഹെക്സഗൺ ഷേപ്പ് കാണാൻ പറ്റുന്നത്. ടോപ്പ് വ്യൂവിലാണ് ഹെക്സഗൺ ഷേപ്പ് കാണാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കുന്നു, അതിൽ നിന്ന് ഫ്രണ്ട് വ്യൂ, പിന്നെ സൈഡ് വ്യൂ വരയ്ക്കുന്നു. എങ്ങനെ നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു നമ്മളെ XY ലൈൻ കോർഡിനേറ്റ് വരച്ചു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മള് ഡയമീറ്റർ എത്രയാണോ അത് റേഡിയസ് ആക്കി എടുക്കുക. ഡയമീറ്റർ എത്രയാണോ അത് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു ലൈറ്റ് ആയിട്ടൊരു സർക്കിൾ വരയ്ക്കുക. ഡയമീറ്റർ എത്രയാണോ അത് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. ഡയമീറ്റർ അത് ഈക്വൽ റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി ചെയ്യേണ്ട കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ സർക്കിളിനകത്താണ് ഈ നട്ടിന്റെ ഹെക്സഗൺ ഷേപ്പ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എടുത്ത റേഡിയസ് എത്രയാണോ ആ റേഡിയസ് മാറാതെ ഈ പോയിന്റിൽ കുത്തി നമ്മൾ ആദ്യത്തെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അടുത്ത പോയിന്റ് ഇവിടെ തന്നെ വരും. അങ്ങനെ നമ്മൾ നേരത്തെ ഹെക്സഗൺ ഒരു സർക്കിളിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹെക്സഗൺ കട്ട് ചെയ്തെടുക്കുക. ഈ സർക്കിളിനുള്ളില് ഹെക്സഗൺ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഈ നട്ടിന്റെ ഔട്ടർ സർഫസ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിച്ചു. ഇനി എന്ത് ചെയ്യുക, ബാക്കി ഭാഗം മായ്ച്ചളയാം, സർക്കിൾ മായ്ച്ചളയാം. നമുക്ക് സർക്കിൾ ഇനി വേണ്ട. നമ്മൾ ഈ ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ സർക്കിൾ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോ എത്രയാണോ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് അത് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതേ റേഡിയസ് മാറാതെ തുല്യമായി കട്ട് ചെയ്ത് ഒരു ഹെക്സഗൺ റെഡിയാക്കി എടുക്കാം. ഒരു ഹെക്സഗൺ റെഡിയാക്കി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അളവ് എടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. നമ്മളിപ്പം
കോമ്പസ് എന്ന് വെച്ച് വരയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഹെക്സഗണിന്റെ ഔട്ടർ സർഫസ് വരച്ചു. ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാല് ദാ ഈ ഫേസുകൾ ടച്ച് ചെയ്തൊരു സർക്കിൾ ഉണ്ട് നട്ടിന്റെ മുകളിൽ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അത് വരയ്ക്കണം. അതിനായിട്ട് നമ്മൾ ഈ സെന്റർ പോയിന്റിൽ കോമ്പസ് കുത്തുന്നു, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. നമ്മൾ ഈ ഫേസുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ ഫേസുകളെ ടച്ച് ചെയ്തെടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ രീതി മനസ്സിലാവുന്നു? എത്ര നമ്മൾ ഈ സെന്ററിൽ നിന്നും ഒരു ഫേസിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. കൃത്യമായിട്ട് ആ സെന്ററിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ സർക്കിൾ കിട്ടും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇനി ത്രെഡ് വരയ്ക്കാൻ പോവാം. അകത്ത് ത്രെഡ് ഉണ്ട്. ആ ത്രെഡിന്റെ പോർഷൻ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ത്രെഡ് പോലെ ഇങ്ങനെ കാണാനൊന്നും സാധിക്കത്തില്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വളയമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കണേ, നമ്മളൊരു ത്രെഡ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ത്രെഡ് ഇരിക്കുന്നത് ആണല്ലോ. നമ്മൾ മുകളിൽ നിന്നാണ് നോക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ ഏറ്റവും ഇങ്ങനെ അറ്റത്ത് തള്ളി നിൽക്കുന്ന പോർഷൻ, ഈ ഒരു പോർഷനാണ് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത്. അകത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ക്രസ്റ്റും റൂട്ടും ഒക്കെ പറയും ത്രെഡിന്റെ. അപ്പൊ നമുക്ക് റൂട്ട് പോർഷൻ കൃത്യമായിട്ട് കാണാൻ പറ്റും, ക്രസ്റ്റ് പോർഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ ക്രസ്റ്റ് പോർഷന്റെ ഡയമീറ്റർ ഡിയും റൂട്ട് പോർഷന്റെ ഡയമീറ്റർ 0.8 ഡിയും ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 0.8 ഡി കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മള് നോക്കുക, 0.8 ഇൻറ്റു ഡി. അപ്പോ 0.8 ഇൻറ്റു 30 എത്ര? 24 mm എന്ന് കിട്ടും. ഈ 24 mmന് 12 mm നമ്മള് കോമ്പസിൽ എടുക്കുക. 12 mm എടുക്കുക. ഈ സെന്ററിൽ കുത്തിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുക. മനസ്സിലാക്കണേ, സെന്ററിൽ കുത്തിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. ഇനി നമ്മൾ അധികം വ്യക്തമാവാൻ വേണ്ടി നമ്മൾ ഈ ലൈനുകളൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയ ഒരു സർക്കിൾ വരച്ചു. 0.8 mm ആണ് അതിന്റെ ഡയമീറ്റർ. 0.8 ഡി, അതായത് 24 ഡയമീറ്റർ, 12 mm എടുത്ത് നമ്മൾ സർക്കിൾ വരച്ചു. ഇനി നമ്മൾ കാണാത്ത ഒരു ഭാഗം കൂടി ഉണ്ട് ത്രെഡിന്, അകത്തോട്ടിരിക്കുന്ന ഭാഗം. അത് നമുക്ക് പൂർണ്ണമായി കാണാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിലും നമ്മളത് കാണിക്കണം. അത് നമ്മൾ ഡോട്ടർ ലൈനായിട്ട് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, കംപ്ലീറ്റ് ആവാത്ത ഒരു സർക്കിൾ ആയിട്ട് കാണിക്കും. അപ്പൊ ഡയമീറ്റർ ആണത്, ഡയമീറ്ററിന് തുല്യമായിട്ടുള്ള അളവാണ്. അപ്പം 30 ആണ് ഡയമീറ്റർ. 15 mm എടുക്കുക. ഈ സെന്ററിൽ തന്നെ കുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആകാത്ത ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിളിന്റെ 3/1 ഭാഗം, 4/3 ഭാഗം വരയ്ക്കാം. അത് ചൂടെ കൂട്ടി വരയ്ക്കാം. ഇപ്പൊ മനസ്സിലായോ? ഇത് ഇത്രയും ത്രെഡാണ്. ത്രെഡിന്റെ ഈ കാണാൻ പറ്റുന്ന 2 അറ്റങ്ങളാണ് നമ്മൾ തെളിച്ചു വരച്ചേക്കുന്നത്. മറ്റേ അകത്തോട്ടുള്ള വശം നമുക്ക് കാണത്തില്ല. അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ആവാത്ത ഒരു സർക്കിൾ ആയിട്ട് വരച്ചു. അപ്പൊ ഇത്രയും വരച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഈ നട്ടിന്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് വേണം ബാക്കി വ്യൂസുകൾ വരയ്ക്കാൻ. അതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇനി നോക്കണേ, ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ആയിട്ടൊരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. നമുക്ക് നിങ്ങൾ നോക്കുക, ഈ ഡയറക്ഷനിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നട്ടിന്റെ 3 ഫേസുകൾ കാണാം. 1, 2, 3. ഈ 3 ഫേസുകൾ കാണാം. അപ്പൊ നമ്മൾ ഈ ടോപ്പ് വ്യൂയിൽ നിന്നും ആ 3 ഫേസുകൾ വരത്തക്ക രീതിയിൽ അളവുകളെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാം. അടുത്ത ഈ ഫേസ് ഇതും പ്രൊജക്ട് ചെയ്യാം. ശ്രദ്ധിക്കണേ, ഈ ഫേസ് പ്രൊജക്ട് ചെയ്യാം, ഈ ഫേസും പ്രൊജക്ട് ചെയ്യാം. മനസ്സിലാവുന്നോ? നമ്മൾക്ക് അനുയോജ്യമായി വരത്തക്ക രീതിയിൽ 3 ഫേസുകൾ നമ്മൾ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്തു. അത് കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് തന്നെ പ്രൊജക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അനുയോജ്യമായ 3 ഫേസുകൾ ഇവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയമീറ്റർ, നട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് 30 ആണെന്ന് അറിയാം.
അപ്പൊ 30 ഹൈറ്റിലേക്ക് ഇത് എന്ത് ചെയ്യുക, നമ്മള് 30 ഹൈറ്റ് വരത്തക്ക രീതിയിൽ ഈ പറയുന്ന സാധനങ്ങളെ നമ്മൾ മുകളിലോട്ട് വരയ്ക്കുക. 30 നമ്മുടെ ഈ ഹെഡിന്റെ ഹൈറ്റ്. എന്നിട്ട് ബാക്കി ഈ വരുന്ന ഭാഗങ്ങൾ നമ്മൾ മുകളിലോട്ട് ലൈറ്റായിട്ട്, ഇപ്പൊ തൽക്കാലം ലൈറ്റായിട്ട് പ്രൊജക്ട് ചെയ്യുക. കണ്ടോ? ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെല്ലാം സെൻട്രൽ ലൈൻ വരയ്ക്കണം. ഇതിന് ഓരോന്നിന്റെ ഈ ഒരു പാർട്ട്, ഇത് വേറൊരു പാർട്ടാണ്. ഇതിനകത്ത് സെൻട്രൽ ലൈൻ വരയ്ക്കണം, ഇതിനകത്ത് സെൻട്രൽ ലൈൻ വരയ്ക്കണം. മനസ്സിലാവുന്നു? അപ്പൊ ഇതിന്റെ സെൻട്രൽ ലൈൻ കൃത്യം ഇതിന്റെ ടോപ്പ് വ്യൂവിന്റെ സെൻട്രൽ ലൈനായിട്ട് കൃത്യമായിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ നട്ടിന്റെ ഇവിടെ കണ്ടോ, നമുക്ക് കർവുകളായിട്ട് ഫീൽ ചെയ്യും. കർവുകളാണ് മോൾ ഭാഗം എന്ന് പറയുന്നത്. ആ കർവ് നമുക്ക് വരയ്ക്കണം. അപ്പൊ അതിനായിട്ട് ഈ സെന്റർ ഭാഗത്തെ കർവ് വരയ്ക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ഓരോ കർവ് വരയ്ക്കാനും ഫോർമുലയുണ്ട്. എല്ലാ ഫോർമുലകളോടും നമ്മൾ അവസാനം പറയുന്നേ ഉള്ളൂ. നമ്മൾ എല്ലാം ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ വരയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായോഗികമല്ല, നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഫോർമുല മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. R1 എന്ന് പറയുന്നത് 1.732 d ആണ്. R1 സെന്റർ ഭാഗത്തെ കർവിന്റെ റേഡിയസ്. അപ്പൊ 1.732 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നമുക്ക് 59 സംതിങ് ഒരു വാല്യൂ കിട്ടും. അപ്പൊ നമ്മളത് എന്ത് ചെയ്യുക, ഈ സെന്റർ പോയിന്റിൽ നിന്നും താഴോട്ട് ഈ 59 എന്ന് പറയുന്ന ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസിനനുസരിച്ച് ചിലപ്പോൾ ഈ നട്ടിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിലോട്ട് വന്നെന്നിരിക്കും. അത് തെറ്റാണെന്നല്ല, അത് അവിടെ വിട്ടേക്കുക. അപ്പൊ നമ്മള് 59 സംതിങ് ഒരു വാല്യൂ കിട്ടും. നമ്മൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടെ കിട്ടിയെന്നിരിക്കട്ടെ 59. നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് കോമ്പസ് എടുത്ത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ആർക്ക് അങ്ങ് വരയ്ക്കുക. കൃത്യമായിട്ട് ഇവിടുത്തെ ആർക്ക് വരയ്ക്കുക. മനസ്സിലായോ? ഇതാണ് ആദ്യത്തെ സംഭവം. ഇനി ചെയ്യേണ്ട കാര്യം, ഈ രണ്ട് ഭാഗത്തും കർവ് വരുന്നുണ്ട്. ആ കർവ് ചിലപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മള് അതിനും ഫോർമുലകളുണ്ട്. ആ ഫോർമുലകൾ പിന്നെ പറയാം. ആ ഫോർമുലകൾ എടുക്കാതെ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഈ പോർഷനിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്നും 30 ഡിഗ്രി ചരിച്ചൊരു ആംഗിൾ എടുക്കാം. ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് നമ്മൾ വരച്ചാണില്ല, ഈ ഒരു ഭാഗമാണ്, ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് 30 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ഈ 30 ഡിഗ്രി ഇങ്ങനെ നീട്ടി വരയ്ക്കാം. ആ 30 ഡിഗ്രി വരയ്ക്കുന്ന ലൈൻ, ഇവിടുത്തെ ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി വരയ്ക്കുന്ന ലൈൻ നമ്മൾ നേരത്തെ വരച്ച സെൻട്രൽ ലൈനിൽ കൂട്ടിമുട്ടും. ആ പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് നേരത്തെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർക്കിന്റെ എൻഡ് ഉണ്ട്. ആ ആർക്കിന്റെ എൻഡ് വരെ, ഇവിടെ നിന്ന് ഈ ആർക്കിന്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ സർക്കിൾ വരയ്ക്കുക. അതേ പരിപാടി നമ്മൾ ഇവിടെ ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ 30 ഡിഗ്രി ചരിച്ചൊരു ലൈൻ വരയ്ക്കുന്നു. ലൈറ്റ് ആയിട്ട് 30 ഡിഗ്രി ചരിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ 30 ഡിഗ്രി ലൈൻ, ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഈ 30 ഡിഗ്രി ലൈൻ നമ്മൾ നേരത്തെ വരച്ച സെന്റർ പോയിന്റുമായി കൂട്ടിമുട്ടുന്നു. ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. കൃത്യമായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ അല്ല, ഒരു കർവ് വരയ്ക്കുക. അപ്പൊ ഇവിടെ 30 ഡിഗ്രി പോയി നമ്മൾ താഴോട്ട് 30 ഡിഗ്രി ചരിച്ച് വരയ്ക്കുന്നു. ഈ സെൻട്രൽ ലൈനുമായി കൂട്ടിമുട്ടുന്ന പോയിന്റ് എടുത്ത് വെച്ച് കർവ് വരച്ചു. ഇതേ പ്രൊസീജിയർ ഇവിടെയും ചെയ്യണം. ഇവിടെ 30 ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി എടുക്കുക. ഇവിടെ കുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഇവിടുത്തെ സർക്കിളും വരയ്ക്കുക. അപ്പോ നട്ടിന്റെ 3 കർവുകൾ നമ്മൾ കൃത്യമായിട്ട് വരച്ചു. ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന 3 കർവുകളും വരച്ചു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോ നട്ടിന്റെ മുകൾ ഭാഗത്തുനിന്ന് ചെറിയൊരു ചരിവുണ്ട്. ഫേസിലോട്ട് വരുമ്പോൾ ചെറിയൊരു ചരിവുണ്ട്. ആ ചരിവ് എന്തിനാ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ബോൾട്ടും കാര്യങ്ങളൊക്കെ കൃത്യം, ബോൾട്ടല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സ്പാനറുകളും കാര്യങ്ങളൊക്കെ നട്ടിലേക്ക് കൃത്യമായി ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ഒരു ചരിവ് കൊടുത്തേക്കുന്നത്. മനസ്സിലാവുന്നു? ചെറിയൊരു ചരിവ് നമ്മൾ കൊടുക്കും. ഒരു ചാമ്പർ പോലെ ചെറിയ ചരിവ് നമ്മൾ കൊടുക്കും. ആ ചരിവിന് ഒരു അളവുണ്ട്. അതായത് ഈ പോയിന്റിൽ നിന്നും, ഈ നമ്മൾ ആർക്ക് വന്ന് നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് 30 ഡിഗ്രി ചരിച്ചാണ്. അതായത് ഇങ്ങനെ നമുക്ക് ആർക്ക് വന്ന് നിൽക്കുന്നത്, ഈ ആർക്ക് നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്നും ഉണ്ടല്ലോ 30 ഡിഗ്രി ചരിച്ചാണ് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കേണ്ടത്.
ഇതിപ്പോ ആർക്ക് വന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇങ്ങനെയാണ് ആർക്ക് വന്ന് നിൽക്കുന്നത്. ഈ ആർക്ക് വന്ന് നിൽക്കുന്ന പോയിന്റിൽ നിന്നും 30 ഡിഗ്രി ചരിച്ച് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം. ഈ ഭാഗമാണ് അവിടുത്തെ ചാംഫർ എന്ന് പറയുന്നത്, ചരിവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 30 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങോട്ട് ലൈൻ 30 ഡിഗ്രി എങ്ങനെ വരുന്നു അങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ 30 ഡിഗ്രി വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ബാക്കി നമുക്ക് മായ്ച്ചു കളയാം. ഈ മൂലഭാഗം മായ്ച്ചു കളയാം. കാരണം അവിടെ കൃത്യമായിട്ട് നട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പാനറുകൾ ഇങ്ങോട്ട് കൃത്യമായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ചരിവ് കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇനി ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. തെളിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം തെളിച്ച് വൃത്തിയായിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ആക്കി. നട്ടിന്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഫേസാ കാണുന്നത്, 2 ഫേസുകളാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നത് ഈ 2 ഫേസുകളാണ് നമുക്ക് സൈഡ് വ്യൂ ആയിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ 2 ഫേസിൽ നിന്നും അളവുകളെ ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് ഇവിടെ വേണം സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട്. അതെങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പല രീതിയിൽ വരയ്ക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മൾ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂവിന്റെ സൈഡിലാണല്ലോ സൈഡ് വ്യൂ വരേണ്ടത്. അപ്പൊ നമ്മൾ ഏത് ലൈനുകളാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ലൈറ്റ് ആയിട്ടൊരു ലൈൻ താഴോട്ട് വരയ്ക്കാം, പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് വരയ്ക്കാം. ആ ലൈനിലേക്ക് നമുക്ക് വരയ്ക്കേണ്ട ഫേസുകളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. മനസ്സിലാവുന്നോ? ആ വരയ്ക്കേണ്ട പോയിന്റുകളെ നമുക്ക് ഈ 2 ഫേസാ വേണ്ടുന്നത്. ഈ അളവുകളെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇനി ഇവിടെ കോമ്പസ് കുത്തുക. എന്നിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് കോമ്പസ് കൊണ്ട് ഈ അളവിനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അടുത്ത അളവ് ഇവിടെ കൊണ്ടുവരുന്നു, അടുത്ത അളവ് ഇവിടെ കൊണ്ടുവരുന്നു. മനസ്സിലായോ? നമ്മൾ കോമ്പസ് കൊണ്ട് റേഡിയസ് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു ഈ 3 അളവുകളെ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവ് കോമ്പസിൽ എടുക്കുക, ഇത് ഇങ്ങോട്ട് വരിക. ഓരോ പോയിന്റിലെ അളവിനെ കൃത്യമായി ഇങ്ങോട്ടങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. മനസ്സിലാക്കണേ? ആ ഒരു ഭാഗം മനസ്സിലാക്കുക. ഇനി ഈ രീതി അല്ലാതെ വേറൊരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. അതായത് ഇപ്പൊ നമ്മൾ ഇത് മാത്രം വരയ്ക്കുന്നു. നോക്കിക്കോണേ, ഈ ഫേസ് മാത്രം നമ്മൾ വരയ്ക്കാം. ഈ നട്ടിന്റെ 2 ഫേസ്, ഈ 2 ഫേസിന്റെ അളവാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മള് ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഈ 3 സൈഡിനെ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരു നിശ്ചിത അകലം എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 45 ഡിഗ്രി ചരിച്ചൊരു ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പൊ നമുക്കിവിടെ 3 പോയിന്റുകൾ കിട്ടി. ഈ 3 പോയിന്റുകളെ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് വരയ്ക്കുക. ഈ 3 പോയിന്റുകളെ കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് വരയ്ക്കുമ്പോൾ ആ അളവുകളെ വീണ്ടും നമുക്ക് ഈ ഒരു പ്ലെയിനിൽ കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കോമ്പസ് വെച്ച് വരച്ചതുപോലെ തന്നെ ഈ 45 ഡിഗ്രി ചരിവ് ഉപയോഗിച്ചും വരയ്ക്കാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എടുത്തോളുക. ഇപ്പൊ നമ്മൾ കോമ്പസ് വെച്ച് എടുക്കുന്നതായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഒരു ലൈൻ വരച്ചു. ആ ലൈനിലേക്ക് ഈ പോയിന്റുകളെ പ്രൊജക്ട് ചെയ്ത് വെച്ചു. ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ വരെയുള്ള അളവെടുത്ത് നമുക്ക് വേണ്ടുന്ന റെഫറൻസ് ലൈനിലോട്ട് ഈ അളവുകളെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടെ വരുന്ന ഹൈറ്റ്. നമ്മളത് കൃത്യമായിട്ട് ആ ഹൈറ്റ് എടുക്കുന്നു. ആ ഹൈറ്റ് കൃത്യമായിട്ട് എടുത്ത് നമ്മൾ അവിടെ ഒരു ബോക്സ് ആക്കി മാറ്റുന്നു. നമ്മൾ സൈഡിൽ വരയ്ക്കുക, കൃത്യം ബോക്സ് ആക്കി വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും കർവ് വരും. സൈഡ് വ്യൂവിൽ നമുക്ക് ആർക്ക് കാണാൻ പറ്റും. അതെങ്ങനെ വരയ്ക്കാന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഫേസിലും സെന്റർ ലൈൻ വരയ്ക്കുക. ഇവിടെ സെന്റർ ലൈൻ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണ്ടേ? ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടുന്ന് ലൈൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താണ് നമ്മൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്, ടോപ്പ് ഹൈറ്റ്. ഇനി ഇവിടുന്ന് ഈ പോയിന്റ്, ഈ ആർക്ക് വന്ന് നിൽക്കുന്ന ഈ പോയിന്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ഈ പോയിന്റും ഇങ്ങോട്ടും ലൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് കാണാൻ വേണ്ടി മാത്രം ജോയിൻ ചെയ്തു. അപ്പൊ ഈ ഒരു ലൈൻ നമുക്ക് കിട്ടി. ഈ ലൈനിനെ എന്ത് ചെയ്യുക? ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യുക. അപ്പൊ ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യാൻ വേണ്ടി
നമ്മൾ ഇവിടെ കുത്തി ഒരു ആർക്ക് ഇങ്ങോട്ട് വരച്ചു, താഴെ ആർക്ക് വരച്ചു, ഇവിടെ കുത്തി ആർക്കിന് നമ്മൾ കട്ട് ചെയ്തു. അങ്ങനെ ഈ ആർക്കിന് അനുയോജ്യമായ ഒരു ബൈസെക്ടർ വരച്ചു. അപ്പൊ ഈ ബൈസെക്ടർ ദാ ഇവിടെ കൂട്ടിമുട്ടി, നേരത്തെ വരച്ച സെന്റർ ലൈനിൽ കൂട്ടിമുട്ടി. ഇനി എന്ത് ചെയ്യുക, ആ സെന്റർ ലൈൻ തൊട്ട് ആ പോയിന്റ് തൊട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, ഒരു കർവ് വരയ്ക്കുക. മനസ്സിലായോ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക, ഒരു കർവ് വരയ്ക്കുക. ഇനി ഇതേ ഡിസ്റ്റൻസ് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇവിടെ ഇതേപോലെ ബൈസെക്ടർ വരയ്ക്കണമെന്നില്ല. ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഇവിടെയും ആ കർവ് വരയ്ക്കുക. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. അപ്പൊ നമ്മൾ ഇവിടുത്തെ സൈഡ് വ്യൂ കംപ്ലീറ്റ് ആക്കി. ഇനി സൈഡ് വ്യൂവിന് ഈ രണ്ട് ചരിവൊന്നുമില്ല. സൈഡ് വ്യൂവിന് രണ്ട് സൈഡിലോട്ട് ചരിവൊന്നുമില്ല. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴേ ആ ചരിവ് നമുക്ക് കാണാൻ പറ്റും. സൈഡ് വ്യൂവിന് അങ്ങനെ ചരിവില്ല. അപ്പൊ ഇത്രയും വരയ്ക്കുമ്പോഴത്തേക്കും എന്തായി? സൈഡ് വ്യൂ കംപ്ലീറ്റ് ആയി. സൈഡ് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ഫില്ല് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹെക്സഗണൽ നട്ടിന്റെ 3 വ്യൂസുകൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ചോദ്യത്തില് അവരെടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഡയമെൻഷൻസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അറിയാമോ? ബോൾട്ട് ഡയമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കണേ, നമ്മുടെ ആദ്യ ഈ ഡയമീറ്റർ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? 0.8D. അടുത്ത ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് D ആണ്. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് D ആണ്. ഡിക്ക് തുല്യമാണ് ഈ വെളിയിലത്തെ പൂർണ്ണമാകാത്ത ഡയമീറ്റർ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു അളവുണ്ട്. ഈ പോയിന്റ് ടു പോയിന്റ് അളവെന്ന് പറയുന്നത്, ഈ അളവെന്ന് പറയുന്നത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ വെളിയിലോ എവിടെ വേണേലും മാർക്ക് ചെയ്യാം. ഈ ഒരു അളവെന്ന് പറയുന്നത് 2D ആണ്. ഈ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് 2D ആണ്. ഈ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2D ആണ്. മനസ്സിലാക്കണേ? ഇനി ഇതെന്ന് പറയുന്നത് 2D തന്നെയാണ്. ഈ അളവിന് അനുയോജ്യമായി തന്നെയാണ് ഇത്. ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് D ആണ്. ഇതിന്റെ ഹൈറ്റ് D ആണ്. ഇവിടെ 30 ഡിഗ്രി ആംഗിൾ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് 30 ഡിഗ്രി ഉണ്ട്. അതൊക്കെ നമ്മൾ മാറിക്കണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ റേഡിയസ് എന്ന് പറയുന്നത് R1 ആണ്. R1. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടുന്ന് ഈ പോയിന്റ് വരെയുള്ള ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് R3 ആയിട്ട് എടുക്കാം. R3 ആയിട്ട് വെച്ചു. ഇനി ഇവിടുന്ന് വേറെ അളവുകളും കാര്യങ്ങളും വരുന്നില്ല. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.73D വരും. 1.73D. നമ്മളത് അളവുകളൊന്നും വെച്ചല്ല നമ്മൾ വരച്ചു. നമ്മൾ പ്രാക്ടിക്കൽ ഫീൽഡിൽ നിന്ന് പ്രൊജക്ട് ചെയ്തെടുത്താ വരച്ചു. അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഓരോ അളവ് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ ഇവിടെ വരുന്ന ഈ R1 മാത്രമാണ്. ഇനി ഇവിടെ ഒരു R2 വരും. R2. അപ്പൊ അത്യാവശ്യം അളവുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കോളാം. ഇനി നമുക്കിവിടെ കുറച്ച് ഫോർമുലകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കൃത്യമായിട്ട് വരച്ചിട്ട് അളവുകളും വൃത്തിയായിട്ട് ചെയ്യണം. വൃത്തിയായിട്ട് അളവും ചെയ്യുക. ആവശ്യമുള്ള ലൈനുകൾ മാത്രം തെളിച്ച് വരയ്ക്കുക. ആവശ്യമില്ലാത്തത് ലൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ ഈ നീല നിറത്തി കാണിച്ചിരിക്കുന്ന ലൈനുകൾ മാത്രമാണ് നമുക്ക് ആവശ്യം. അത് വൃത്തിയായിട്ട് തെളിച്ച് വരയ്ക്കുക. ബാക്കി ഈ ബ്ലാക്ക് ലൈൻസിൽ വരച്ചേക്കുന്ന എല്ലാം ലൈറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ ഡയമെൻഷൻ വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ. ഇനി നമുക്കിവിടെ കുറച്ച് അളവുകളും കാര്യങ്ങളും നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോൾട്ടിന്റെ ഡയമീറ്ററിന്റെ ടേമിൽ വേണം നമ്മൾ എഴുതാൻ. അതുകൊണ്ട് നമ്മൾ D ടേമിലാണ് മിക്കതും എഴുതിയേക്കുന്നത്. ഇനി എന്താണ് R1 വാല്യൂ എന്നുള്ളത് നോക്കുക. R1 എന്ന് പറയുന്നത് 1.732D ആണ്. R2 എന്ന് പറയുന്നത് 0.433D ആണ്. R2 മനസ്സിലായോ? 0.433D ആണ്. നമുക്ക് R3 എന്ന് പറയുന്നതും ഏകദേശം 1 പോയിന്റ് സംതിങ് വാല്യൂ ആണ്.
അത് നമുക്ക് അളവ് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ വരച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ പറയുന്ന പോലെ ഇനി ഡി എത്ര? ഡി നമുക്ക് പറഞ്ഞേക്കുന്നത് ഡി 30 പിന്നെ ഇവിടുത്തെ ഓരോ അളവുകളും വേണ്ട, അത്യാവശ്യം നമുക്കുള്ള അളവുകളൊക്കെ ആയി. 0.8 ഡി ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത് 0.8 ഡി എത്ര എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചത് നമ്മള് ഈ സൈഡിൽ ഒന്ന് എഴുതി വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. 0.8 ഡി ഓരോന്നിന്റെയും വാല്യൂസ് നമ്മൾ സൈഡിൽ ഒരു ബോക്സിൽ എഴുതി കൂടി ഇട്ടിരുന്നാൽ, ഈ പടം വരച്ച് സൈഡിൽ ഒരു ബോക്സിൽ എഴുതിയിട്ടിരുന്നാല് അത്രയും കൂടെ ബെനിഫിറ്റ് ആണ് നമുക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഹെക്സഗണൽ നട്ടിന്റെ 3 വ്യൂസുകൾ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വൃത്തിയായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അത് വരച്ചു പഠിക്കുക. ഓക്കെ, താങ്ക് യു.